ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാംഗ്ലൂർ സ്ട്രീറ്റ് സ്റ്റൈൽ ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കൊറോണ ഇപ്പോൾ വിടാതെ നമ്മൾ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആ കാലാവസ്ഥയിൽ നമുക്ക് എന്തായാലും ബാംഗ്ലൂർ പോയിട്ട് ഈ ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതേ ടേസ്റ്റിൽ നമ്മളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മൾ റുമാലി റൊട്ടിയും ചിക്കൻ കബാബും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാൻ മയോണൈസും ഗ്രീൻ ചട്നിയും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. റുമാലി റൊട്ടിക്ക് നമ്മൾ ആദ്യം ഡോ റെഡിയാക്കാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നും ഞാനില്ല. കാരണം എന്താ വെച്ചാൽ കുറേ പ്രാവശ്യം ഇതുപോലെ ഓരോ ഡോ റെഡിയാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിന്. ഇത് നമ്മൾ എടുത്തത് ഒരു കപ്പ് മൈദ, അതേ കപ്പിൽ ആട്ടപ്പൊടിയും നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പാലിലാണ് കുഴച്ചെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് പാലിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഡോ റെഡിയാക്കിയെടുക്കും. ഡോ റെഡിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്ത റെഡിയാക്കുന്നത് ഒരു ചിക്കൻ കബാബാണ്. അതിലേക്ക് ആവശ്യമായ ഒരു ഗ്രീൻ പേസ്റ്റ് റെഡിയാക്കാനുണ്ട്. ആവശ്യമായ സാധനം ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക്, മല്ലിയില, പിന്നെ തേരി. ഇതൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. നല്ല ചിക്കൻ നല്ല വൃത്തിയിൽ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പൊടികളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് പെപ്പറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് പെപ്പർ, റെഡ് ചില്ലി പൗഡർ, ഗരം മസാല, പിന്നെ ചെറിയ ജീരകം പൊടിച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പ് മറന്നു പോകരുത്. നമ്മുടെ ടേസ്റ്റ് അതാണ്, അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗ്രീൻ പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. മുട്ട ഇതിലേക്ക് ഉടച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ, പിന്നെ ഒരു ലെമൺ. ഇത് ലെമണും കൂടി നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ടർമറിക് പൗഡർ മറന്നുപോയി, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. നല്ലപോലെ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുന്നവരെ കുഴച്ചതിന് ശേഷം ഇത് നമുക്ക് മാറ്റിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച ഡോളിന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരേ അളവിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് മൈദയിൽ ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഒരു റൗണ്ട് ആകുന്നവരെ, ചെറിയൊരു റൗണ്ട് ആകുന്നവരെ ഇതുപോലെ കൈകൊണ്ട് നമുക്ക് പരത്താം. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കാം. 2 ബോൾ എടുത്തിട്ടാണ് ഇതുപോലെ പരത്തിയെടുക്കേണ്ടത്. രണ്ട് ബോൾ എടുത്തിട്ട് ഒരേ അളവിൽ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്, ഒരേ റൗണ്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആട്ടപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കണം. ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ഭാഗവും ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. 2 റൊട്ടിയും കൂടി ഇതുപോലെ മുക്കിയെടുത്തതിന് ശേഷം രണ്ടും ഒരുമിച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ രണ്ടും ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കുന്നത്. നല്ല നേരിയ രീതിയിൽ പരത്തിയെടുക്കണം. എത്രത്തോളം നിങ്ങൾക്ക് ഒരു തിന്നായിട്ട് പരത്താൻ കഴിയുമോ അത്രത്തോളം തിന്നായിട്ട് പരത്തി കൊടുക്കാം. എനിക്ക് കഴിയുന്ന അത്ര തിന്നായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ പാനിൽ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ സാധാ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ആറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചപ്പാത്തി ചുടുന്ന പോലെ 2 ഭാഗവും തിരിച്ചിട്ടെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. 2 ഭാഗവും നന്നായിട്ട് പൊന്തി വരുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. നമ്മൾ 2 ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ സ്മൂത്തായിട്ട് നമുക്ക് ഇളകാൻ കിട്ടും. നമ്മൾ 2 മാവും ഒക്കെ വെച്ചിട്ടല്ലേ പരത്തിയത്, അത് വേറെ വേറെ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. കുറച്ച് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ട്രയാങ്കിളായിട്ട് മടക്കിയിട്ട് നമുക്ക് വെക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നല്ല വേവ് ഉണ്ടാവുക അല്ലെങ്കിൽ
മാവ് അതുപോലെ ഉണ്ടാവും. ഒരു ഭയവും വേണ്ട, നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കളർ അങ്ങനെ ഉണ്ടാവുന്നേയില്ല, പക്ഷെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. റുമാലി റൊട്ടി റെഡിയായി കഴിഞ്ഞു. അടുത്ത നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ചിക്കൻ കബാബ് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓയിലിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല മുങ്ങിയിട്ട് നല്ല പൊരിഞ്ഞ് വരും. നല്ല മൊരിഞ്ഞ് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓയിൽ നന്നായിട്ട് മുങ്ങിക്കിടന്നിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ചിക്കന് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് പൊരിഞ്ഞ ചിക്കന് നമ്മൾ ഓയിലിൽ നിന്ന് മാറ്റാം. എന്താ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം. ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. അടുത്ത ബാച്ചും കൂടി നമുക്ക് ഇതുപോലെ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചിക്കൻ കബാബും കൂടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി ഓരോന്നായിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ റുമാലി റൊട്ടിയും ചിക്കൻ കബാബും കൂടി നല്ല ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം. ഇത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ മയോണൈസും ഗ്രീൻ ചട്നിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.